വെജ് ആണെങ്കിലും നോൺ വെജിന്റെ ലുക്കിലും ടേസ്റ്റിലും കഴിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ സോയാ ചങ്ക്സ്. സോയാ ചങ്ക്സ് വെച്ചിട്ട് ഇഷ്ടം പോലെ റെസിപ്പീസ് ഉണ്ട്. അതിൽ നമുക്ക് ആദ്യത്തെ 5 വെക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം സോയ ഉപ്പിട്ട വെള്ളത്തിൽ ഒരു 3 മിനിറ്റ് തിളപ്പിക്കണം. ഇങ്ങനെ ഉപ്പിട്ട വെള്ളത്തിൽ തിളപ്പിച്ചാൽ സോയാ ചങ്ക്സിന്റെ പച്ചമണം മാറാനും ടേസ്റ്റ് കൂടാനും നല്ല ക്ലീൻ ആവാനും പിന്നെ മെയിൻ ആയിട്ട് സോഫ്റ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി അത് നോർമൽ വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരു 3 വട്ടം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയിൽ നല്ലോണം മിക്സ് ആക്കി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളവ് സഹിതം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കാം. ഇനി ഇൻസ്റ്റയിൽ കാണുന്നവർക്ക് ലിങ്ക് ബയോയിലുണ്ടാവും. ഇനി ഇത് നല്ലോണം ചൂടായി വന്ന എണ്ണയിൽ കറിവേപ്പില ചേർത്ത് സോയ നല്ല ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. കോരി മാറ്റുന്നതിന്റെ 1 മിനിറ്റ് മുന്നേ കുറച്ചുകൂടെ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇനി ലാസ്റ്റായി സോയ കോട്ട് ചെയ്യാൻ ഒരു സ്പെഷ്യൽ മസാല റെഡിയാക്കണം. അതിന് സോയ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ചെടുത്ത് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് വീണ്ടും നല്ലോണം മിക്സ് ആക്കി അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായി ഇത്തിരി വെള്ളവും പൊരിച്ച് വെച്ചിട്ടുള്ള സോയയും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താൽ നമ്മുടെ സാധനം റെഡിയായി. അപ്പോൾ ഇത് ചപ്പാത്തിയിലേക്ക് കഴിക്കാനും സാധാ ചോറിലേക്ക് കഴിക്കാനും ഇനി അതല്ല വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക്